ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിഡ്ജ് മെറ്റീരിയൽ ആണ്. നമ്മൾ രണ്ടാമത്തെ ബ്രിഡ്ജ് സോഴ്സ് പരപ്പളവാണ്. അപ്പൊ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ത്രികോണത്തെ പറ്റിയ. നമുക്ക് ത്രികോണത്തെ പറ്റി എന്തൊക്കെ അറിയാം അല്ലെ? ഒരു ത്രികോണം വരച്ചു, ഇതിന് ഞാൻ പേരും കൊടുത്തു, എ ബി സി എന്ന് പേരും കൊടുത്തു. ഈ ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട് അല്ലെ? 3 വശങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? എ ബി ബി സി എ സി. എത്ര കോണുകളുണ്ട്? 3 അല്ലേ? കോൺ എ ഇവിടെ ഉണ്ട്, പിന്നെ ആരാ? കോൺ ബി ഇവിടെ ഉണ്ട്, കോൺ സി. ഇങ്ങനെ 3 ആരുണ്ട് അല്ലെ? കോണുകളും ഉണ്ട്. അപ്പൊ കോൺ എ, കോൺ ബി, കോൺ സി ആണ് ഇത്. ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞ സമവാക്യം നമുക്ക് അറിയോ? എന്താണ് പരപ്പളവ് കാണുന്ന സമവാക്യം? 1/2 ഇൻറ്റു പാദം ഇൻറ്റു ഉയരമാണ് നമ്മളൊരു ത്രികോണത്തിന്റെ പരപ്പളവായി പറയുന്നത്. ഞാനിവിടെ ഉയരം എന്ന് പറഞ്ഞ് പാദം നമുക്ക് ബുദ്ധിമുട്ടില്ല അല്ലെ? ബി സി ആണ്. ഉയരം എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ഇങ്ങോട്ട് ലംബം വരക്കുന്നതിനെ നമ്മൾ ഉയരം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരെ നീട്ടി വരച്ചു അല്ലെ? എയിൽ നിന്ന് നേരെ താഴോട്ട്, അതിന് ഡി എന്ന് പേര്. അപ്പൊ എ ഡി എന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ ഉയരമാണ്. അപ്പൊ എങ്ങനെ ഇതാ? 1/2 ഇൻറ്റു പാദം എന്നാണ് ഇവിടെ ബി സി ഇൻറ്റു ഉയരം എന്ന് പറയുമ്പോ എ ഡി ആണ്. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ ഒരു ത്രികോണത്തെ പറ്റി. ഇനി വ്യത്യസ്ത തരം ത്രികോണങ്ങളുണ്ട്. നമ്മൾ പഠിച്ച ഏതൊക്കെ വ്യത്യസ്ത ത്രികോണങ്ങൾ ചെറിയ ക്ലാസ്സിലെ അല്ലെ? 1 മട്ട ത്രികോണം, 2 സമപാർശ്വ ത്രികോണം, മൂന്നാമത്തെ എന്തായിരുന്നു? സമഭുജ ത്രികോണം. അപ്പൊ 3 ത്രികോണങ്ങളാണ് നമ്മൾ കയ്യിൽ. ഇനി കുറെ ഉണ്ട്, നമ്മൾ അത്യാവശ്യം പഠിച്ചിരുന്ന ചെറിയ ക്ലാസ്സിൽ ഇതാണ് അല്ലെ? മട്ട ത്രികോണം, സമപാർശ്വ ത്രികോണം, സമഭുജ ത്രികോണം. എന്താണ് മട്ട ത്രികോണം അല്ലെ? ഒരു കോണ് 90 ആയ ത്രികോണത്തെയാണ് നമ്മൾ മട്ട ത്രികോണം എന്ന് പറയുന്നത്. അപ്പൊ ഒരു കോണ് 90 ആയ ത്രികോണം വരച്ചു ഞാന്, അതിന് എ ബി സി വന്നു. ഇവിടെ എ സി അല്ലെ? നമുക്കറിയാം കർണമാണ് അല്ലെ? 90ന്റെ എതിരെ വരുന്ന വശം അല്ലെ? 90 ഇവിടെ ആരാ വരുന്നത്? കോൺ ബി ആണ് 90 വരുന്നത് അല്ലെ? അപ്പൊ നമുക്കറിയാം എ സി എന്ന് പറഞ്ഞാൽ കർണമാണ്, ബി സി എന്ന് പറഞ്ഞാൽ പാദമാണ്, എ ബി എന്ന് പറഞ്ഞാൽ ലംബമാണ് അല്ലെ? ഇതൊക്കെ നമുക്ക് ചെറിയ ക്ലാസ് പഠിച്ചതാണെന്ന് പൊടിത്തട്ടിരിക്കുക എന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനൊരു സിദ്ധാന്തത്തെ പറ്റി പറഞ്ഞിരുന്നു നമ്മൾ, പൈതഗോറസിനെ പറ്റിയിട്ട് അല്ലെ? എന്താണ് പൈതഗോറസ് തിയറം പറഞ്ഞത്? കർണ സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എ സി കർണം എന്ന് പറയുമ്പോൾ എ സി സ്ക്വയർ സമം പാദം എന്ന് പറയുമ്പോൾ ബി സി സ്ക്വയർ കൂട്ടണം ലംബം സ്ക്വയർ എ ബി സ്ക്വയർ. അപ്പൊ എ സി സ്ക്വയർ സമം എ ബി സ്ക്വയർ അല്ലെ? എ സി സ്ക്വയർ സമം എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ശരിയായല്ലോ? ഇനി അടുത്ത സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണം നമ്മൾ ഇതൊക്കെ 8ാം ക്ലാസ് പഠിച്ചതാണ്. സമപാർശ്വ ത്രികോണവും സമഭുജ ത്രികോണമൊക്കെ നമ്മൾ 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ക്ലാസ്സിലായിരുന്നു നമ്മൾ അല്ലെ? ചെറിയ ക്ലാസ്സിൽ പഠിച്ച മട്ട ത്രികോണത്തെ പറ്റി 7ാം ക്ലാസ്സിലൊക്കെ. ഈ സമപാർശ്വ ത്രികോണം എന്ന് പറയുമ്പോൾ എന്താണ്? 2 വശങ്ങൾ തുല്യമായ ത്രികോണങ്ങളെയാണ് സമപാർശ്വ ത്രികോണം. അപ്പൊ എന്ത് ചെയ്തു? ഞാനൊരു ത്രികോണം വരച്ചു, ഇതിൽ എ ബി സി കൊടുത്തു. ഒന്നില്ലെങ്കിൽ എ ബിയും ബി സിയും തമ്മിൽ എന്താകാം? ഈക്വൽ ആകാം. അല്ലെങ്കിൽ ഈ സൈഡും തമ്മിൽ എന്താകും? ഈക്വൽ ആകാം. അല്ലെങ്കിൽ എന്ന് പറയാം, എ ബിയും എ സിയും തമ്മിൽ ഈക്വൽ ആകാം. അല്ലെങ്കിൽ എ ബി സിയും എ സിയും തമ്മിൽ, ഇതിൽ ഏതെങ്കിലും 2 വശങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത. ഇനി മൂന്നാമത്തേത് ഒരു സമഭുജ ത്രികോണമാണ്. ഒരു സമഭുജ ത്രികോണത്തിന്റെ 3 വശങ്ങളും തുല്യമാകുമ്പോഴാണ് നമ്മൾ സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. ഞാനൊരു ത്രികോണം വരച്ചു, എ ബി സി എന്ന് പേര് കൊടുത്തു. എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യം, എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു എ സി. റെഡി ആണല്ലോ? ഇനി ഓരോ കോണും പറ്റി നമുക്കറിയാം തുല്യമാണ്. 8ാം ക്ലാസ്സിൽ തുല്യ വശങ്ങൾക്കെതിരെ വരുന്ന കോണുകളും എന്തായിരിക്കും? തുല്യമാണെന്ന് പഠിച്ചിരുന്നു. അപ്പൊ കോൺ എ, കോൺ ബി, കോൺ സി തുല്യ അല്ലെ? സിക്ക് കോൺ ഈ കോണും ഈ കോണും ഈ കോണും തുല്യം. അപ്പൊ ഓരോ കോണും തുല്യം എന്ന് പറയുമ്പോൾ ഓരോ കോണും എത്ര ആയിരിക്കും അല്ലെ? മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണെന്ന് അറിയാം. ഓരോ കോണും എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും അല്ലെ? ഞാൻ ഒരു ചോദ്യം പറയാണ്. പരപ്പളവ് 12 സെന്റിമീറ്റർ ആയ എത്ര ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും? പരപ്പളവ് 12 സെന്റിമീറ്റർ ആയ എത്ര ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റും? നമുക്കറിയാം ത്രികോണത്തിന്റെ പരപ്പളവ് നമുക്കറിയാം. എന്തായിരുന്നു പഠിച്ചിരുന്നത് അല്ലെ? 1/2 ഇൻറ്റു അല്ലെ പാദം ഇൻറ്റു ഉയരമാണ് ത്രികോണത്തിന്റെ പരപ്പളവ് അല്ലെ? പരപ്പളവ് എത്രയാണ് നമ്മുടെ അല്ലെ? 12 ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇത് 12 കിട്ടി. അപ്പൊ പാദം ഇൻറ്റു ഉയരം അല്ലെ എന്തായി? 1/2 ഇൻറ്റു പാദം ഇൻറ്റു ഉയരം സമം 12.
ഈ രണ്ടിന് ഇവിടെ ഹരിക്കണം രണ്ടിന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എന്താ വരിക? ഗുണിക്കണം രണ്ടായി വരും. അപ്പൊ 12 ഗുണിക്കണം 2 എന്ന് പറഞ്ഞ എത്രയായി? 24. അപ്പൊ ഏതൊക്കെ രണ്ട് അല്ലെ? പാദവും ഉയരവും ഗുണിച്ചാൽ അല്ലെ 24 കിട്ടുന്ന ആൾക്കാരൊക്കെ എന്താവും? നമുക്കിതിന് എടുക്കാൻ പറ്റും. അപ്പൊ പാദവും ഉയരവും ഗുണിച്ചാൽ 24 കിട്ടുന്ന, അപ്പൊ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 24 കിട്ടുന്ന ആരൊക്കെയാണ്? അല്ലെ 24 കിട്ടുന്ന 24നെ രണ്ട് സംഖ്യകൾ ഗുണിച്ചാൽ 24 കിട്ടുന്നത്. അപ്പൊ 24നെ രണ്ട് സംഖ്യകൾ ഗുണിച്ചാൽ ഞാൻ ഒന്നാമത്തെ എഴുതി 24 അല്ലെങ്കിൽ 1 into 24. ഇനി 24 into 1 ഇനി എഴുതേണ്ട ആവശ്യമില്ലല്ലോ, രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ 8 into 3 3 24. പിന്നെ 12 into 2 അല്ലെ? അങ്ങനെയൊക്കെ നമുക്ക് എന്ത് എഴുതി കൂടെ? 24 കിട്ടുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ 24നെ എങ്ങനെ 24 into 1. അപ്പൊ അവിടെ എന്താവും? പാദം 24ഉം ഉയരം 1 ആകും. അല്ലെങ്കിൽ എങ്ങനെയാകാം? 8 into 3 പാദം 8 ആകാം, ഉയരം എത്ര ആകാം? 3 ആകാം. ഇനി 6ഉം 4 24 അപ്പൊ പാദം 6ഉം ഉയരം എന്താക്കാം? 4 എടുക്കാം. ഇനി 12 2 എത്ര അല്ലെ? പാദം 2 12 എടുക്കാം, ഉയരം എത്ര ആക്കി എടുക്കാം? 2 എടുക്കാം. അപ്പൊ ഇതൊക്കെ ഗുണിച്ചാൽ 24 കിട്ടുന്ന സംഖ്യകളൊക്കെ ചേർത്ത് അപ്പൊ എത്ര എണ്ണം വരക്കാൻ പറ്റും? 1 2 3 4. അപ്പൊ 4 ത്രികോണങ്ങളാക്കി നമുക്ക് വരക്കാൻ പറ്റും. 12 പരപ്പളവുള്ള എത്ര ത്രികോണങ്ങൾ വരക്കാൻ പറ്റും എന്ന് വെച്ചാൽ 4 എണ്ണം. അതേപോലെ ആണെങ്കിലോ ഒരു നിയമം പറയാണ്, ഒരു വശം 8 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പരപ്പളവ് 12 സെന്റിമീറ്റർ സ്ക്വയർ ആയ എത്ര ത്രികോണങ്ങൾ വരക്കാൻ പറ്റുന്ന ചോദ്യം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? അല്ലെ? ഒരു 12 സെന്റിമീറ്റർ ആയ ത്രികോണങ്ങൾ എത്ര എണ്ണം വരക്കാൻ പറ്റുന്നായിരുന്നു. അവിടെ വേറെ നിയമങ്ങളൊന്നും നമ്മോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോ എന്ത് സംഭവിച്ചു? ഒരു വശം എന്തായിരിക്കണം എന്ന് പറഞ്ഞു? 12 ആയിരിക്കണം. അല്ല സോറി, ഒരു വശം എത്ര പറഞ്ഞേക്കണം നമ്മുടെ? അല്ലെ 8 സെന്റിമീറ്റർ ആയിരിക്കണം എന്ന് നിയമം പറഞ്ഞു അവര്. അപ്പൊ എങ്ങനെ എത്ര ത്രികോണങ്ങൾ നമുക്ക് വരക്കാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കി. നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ഒരു വശം 8 ആയിരിക്കണം എന്ന രീതിയിൽ അല്ല ആലോചിക്കാം അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത പോലെ പരപ്പളവ് എന്ന് പറയുമ്പോ അല്ലെ, പരപ്പളവ് സമം 1/2 into 8 into അല്ലെ, പരപ്പളവ് അവിടെ മാറ്റി എത്രയാണ്? 12 into ഒരു വശം ഞാൻ അത് പാദമാക്കിയിട്ട് ഉയരമാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം എടുക്കാം. ഞാൻ ഇവിടെ എന്താക്കി എടുത്തു അല്ലെ? ഉയരം അല്ലെ പാദമാക്കി എടുത്തു. ആ പാദം 8 ആക്കി എടുത്തു വെച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഇനി നമുക്ക് ഉയരം കിട്ടിയാൽ മതി. അപ്പൊ ഉയരം കിട്ടുക എന്ന് പറയുമ്പോൾ എത്രയും ഉയരം കിട്ടുക നോക്കുക നമുക്ക് അല്ലെ. ഉയരത്തിനെ അവിടെ നിർത്തി അല്ലെ. 8/4 ഇവിടെ എങ്ങനെ ഇത് 12 സമം 1/2 into 8 into ഉയരാണ് നമ്മൾ എഴുതിയത്. അപ്പൊ 8ന് വെട്ടിപ്പോയി എത്രയായി? ഇവിടെ 4 ആയി. അപ്പൊ ഉയരം സമം എന്തായി അല്ലെ? ഈ 4 ഗുണിക്കണം 4 അങ്ങോട്ട് പോകുമ്പോ 12 എത്രയായി? 4 ആയി, 3. അപ്പൊ ഉയരം 3 കിട്ടി. അപ്പൊ ഉയരം 3 ആയ നമുക്ക് കുറെ ത്രികോണങ്ങൾ വരക്കാൻ പറ്റുമോ എന്ന് നോക്ക്. അപ്പൊ ഞാനൊന്ന് വരച്ചു നോക്കുകയാണ്. അപ്പൊ പാദം ഞാൻ എന്താക്കി? 8 ആക്കി എടുത്തു. ഇനി എന്താക്കി? ഉയരം എന്താക്കി? ഞാൻ ഇവിടെയാണ് വരച്ചത്, 3 ആക്കി എടുത്തു. ഇനി അടുത്ത വര എന്താക്കണം? ഇവിടുന്ന് ഇങ്ങോട്ട് നീട്ടി വരച്ചാ പോരെ. ഞാൻ ഇങ്ങോട്ട് നീട്ടി വരച്ചു. ഇങ്ങനെ ഒന്ന്. ഇനി എനിക്ക് ഇവിടെ നീട്ടി വരച്ചൂടെ? അങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങോട്ട് നീട്ടി വരച്ചു. അപ്പൊ അവിടെ 3 സൈഡ് എടുത്തു. എന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്തു? ഞാൻ ഇങ്ങോട്ട് നീട്ടി വരച്ചു. ഇങ്ങനെയാണോ? എനിക്ക് ഒരുത്തൻ പറയാണ് എനിക്ക് ഇവിടെ ഒരു ആക്കി വരക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്തു? അവിടുന്ന് എന്ത് ചെയ്തു? ഉയരം വെച്ചിട്ട് ഇവിടുന്ന് എന്ത് ചെയ്തു? ഇങ്ങോട്ട് നീട്ടി വരച്ചു. ഇതേപോലെ ഇങ്ങോട്ട് നീട്ടി വരച്ചു. അപ്പൊ ഒരുത്തൻ പറയണം അങ്ങനെയല്ല, ഞാൻ ഇവിടെ വെച്ചു, ഇവിടെ ഉയരമാക്കി വെച്ചു, ഇവിടെ എന്നിട്ട് ഇങ്ങോട്ട് നീട്ടി വരച്ചു, ഇങ്ങോട്ട് നീട്ടി വരച്ചു. അപ്പൊ അതും എന്താണ് അല്ലെ? അപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കുറെ വരച്ച് ഇങ്ങനെ എത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉയരം 3 ആക്കിയിട്ട് എത്ര ത്രികോണങ്ങളാക്കിയും വരക്കാം. ഇതിനൊക്കെ പരപ്പളവ് എന്താവും നമുക്ക്? ഒക്കെ എത്രയാണ് വരിക? 12 സെന്റിമീറ്റർ. അപ്പൊ പാദം 8 ആയി കഴിഞ്ഞാൽ ഉയരം 3 ആയി നമുക്ക് ഇത്ര കുറെ വരക്കാൻ പറ്റും. അപ്പൊ അനേകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പരപ്പളവുള്ള ത്രികോണങ്ങൾ വരക്കാൻ പറ്റും. ഞാനിനി ഈ വരകളൊക്കെ കൂട്ടി ഒരു നീട്ടിയൊരു വര വരച്ച് നോക്കുകയാണ്. അപ്പൊ നീട്ടി വരച്ചു. ഈ വര വെച്ച എല്ലാതും ഒരു ബിന്ദുവിൽ കൂടി തന്നെയാണ് കടന്നു പോയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ 8 സെന്റിമീറ്ററിന്റെ സമാന്തര വരയായിട്ടാണ് ഈ വര കടന്നു പോയിട്ടുള്ളത്. സമാന്തര വര നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വരയുടെ സമാന്തരമായിട്ടാണ് നമ്മൾ ഈ വര പോയിട്ടുള്ളത്. ഈ സമാന്തര വരയിൽ നമുക്ക് എവിടെ കൊണ്ടുപോയി വരച്ചു കഴിഞ്ഞാലും പരപ്പളവ് എന്തായിരിക്കും? തുല്യമായിരിക്കും. കാരണം എന്താ? നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് വരച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞപ്പോഴും പരപ്പളവ് എത്രയായി? 12 ആയി.
ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചപ്പോഴും ഈ സമാന്തര വരയിലെ ഒരു ബിന്ദുവിലാണ് ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്തായിരിക്കും ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാലും ത്രികോണത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ സമാന്തര വരയിൽ എവിടെ കൊണ്ടുപോയി വരച്ചു കഴിഞ്ഞാലും ഇതിന്റെ പരപ്പളവ് എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് ഒരു റിസൾട്ട് കിട്ടി. എന്താണ്? ഈ ത്രികോണങ്ങളുടെ എല്ലാം മൂല പാദത്തിൽ നിന്ന് 3 സെന്റിമീറ്റർ ഉയരത്തിലാണ് അല്ലെ? എല്ലാത്തിന്റെ ഉയരത്തിൽ 3 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ മേൽമൂല എല്ലാം പാദത്തിന് സമാന്തരമാണ് അല്ലെ? ഇതിന് സമാന്തരമാണ് ഞാൻ പറഞ്ഞു. അകലത്തിൽ അല്ലെ 3 സെന്റിമീറ്റർ അകലത്തിലാണെന്ന് കണ്ടെത്തി. ക്ലിയർ ആയല്ലോ? ഞാൻ ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ പറയാം. ഒരു വശം 9 സെന്റിമീറ്ററും പരപ്പളവ് 18 സെന്റിമീറ്റർ ആയ എത്ര ത്രികോണങ്ങൾ വരക്കാം? അപ്പൊ നേരത്തെ റിസൾട്ട് നമ്മൾ എങ്ങനെ എഴുതിയത് അല്ലെ? 18 എഴുതി, പിന്നെ 1/2 ഇൻറ്റു അല്ലെ, പിന്നെ എന്ത് ചെയ്ത് നമ്മള് അല്ലെ 9 ഇൻറ്റു ഉയരം പാദമാക്കി ഞാൻ ആരാക്കി എടുത്തു? 9 ആക്കി എടുത്തു. ഇനി ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി അല്ലെ, അപ്പൊ എന്താവും അല്ലെ? ഉയരം സമം എന്താവും അല്ലെ? 18 ഹരിക്കണം 9 ആയി. പിന്നെ അവിടെ ആൾ കൂടി ഉണ്ട്, 1/2 ഉണ്ട്, ഞാൻ കൊണ്ടുപോയിട്ടില്ലേ. അപ്പൊ 18/9 എന്ന് പറഞ്ഞാൽ എത്രയാവും നമുക്ക് അല്ലെ? 1/2 ഉയരം സമം 2 ആയി മാറി അല്ലെ? അപ്പൊ ഉയരം സമം എന്തായി? /2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഗുണിക്കണം 2 ആയി. /2 അങ്ങോട്ട് പോകുമ്പോ ഗുണിക്കണം. ഇവിടെ എത്രയായി? ഉയരം 4 ആയി. തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു ഉയരം 4 ആയിരുന്നു. അപ്പൊ ഞാനിവിടെ പാദം 9 ആക്കി എടുത്തു. അപ്പൊ ഉയരം 4 ആക്കി നമുക്ക് എത്രയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കുറെ വരക്കാൻ പറ്റും അല്ലെ? ഇങ്ങനെ കുറെ ഉയരം 4 ആക്കി അല്ലെ? എന്നിട്ട് എന്ത് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ട് നീട്ടി വരക്കാം. ഇവിടെ നേരെ നിർത്തിയിട്ട് എന്ത് ചെയ്യാം? നേരത്തെ വരച്ച പോലെ നീട്ടി ഇങ്ങോട്ടും വരക്കാം. ഇനി ഇങ്ങോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? വരക്കാൻ പറ്റും. അപ്പൊ അനേകം പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ വരക്കാൻ പറ്റും. ഈ വരകളൊക്കെ നീട്ടി ഒരു വരച്ചാൽ ഈ 9 സെന്റിമീറ്ററിന്റെ ഈ വരക്ക് സമാന്തരമായിരിക്കും ഈ വര പോവാ. അപ്പൊ ഈ സമാന്തര വരന്റെ ഉള്ളിൽ എവിടെ വരച്ചു കഴിഞ്ഞാലും ഈ ത്രികോണത്തിന്റെ പരപ്പളവ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഈ സമാന്തര വര ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ടച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാലും ഈ ത്രികോണത്തിന്റെ പരപ്പളവ് അപ്പോഴും എത്രയായിരിക്കും? 18 ആയിരിക്കും. ഇനി അതും അല്ലാതെ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ വര ഇങ്ങോട്ട് യോജിപ്പിച്ചു കഴിഞ്ഞാലും തുല്യമായിരിക്കും. ഇനി ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ മുട്ടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാലും എന്തായിരിക്കും? ത്രികോണത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? തുല്യമായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞൊരു നിയമം കൂടി ചേർക്കാൻ പോവുകയാണ്. എന്താണ്? ഒരു വശത്തിന് നീളം 9 സെന്റിമീറ്ററും പരപ്പളവ് 18 സെന്റിമീറ്ററും ആയ കുറെ ത്രികോണങ്ങൾ വരച്ചല്ലോ അല്ലെ? നമ്മൾ നേരത്തെ കുറെ ത്രികോണങ്ങൾ വരച്ചു. മറ്റൊരു വശം 6 സെന്റിമീറ്റർ ആകണം എന്ന് കൂടി പറഞ്ഞാലോ? അപ്പൊ മറ്റൊരു വശം എന്ത് കൂടി ആകാൻ പറഞ്ഞു? 6 സെന്റിമീറ്റർ ആകണം കൂടി എന്ന് കണ്ടീഷൻ പറഞ്ഞു. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു അല്ലെ? 9 സെന്റിമീറ്റർ നീട്ടി വരച്ചു. ഇതിന്റെ ഉയരം 4 ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു കോമ്പസ് എടുത്തിട്ട് ഒരു ചാപം ഇങ്ങോട്ട് വരച്ചാൽ പോരെ 6 സെന്റിമീറ്ററിൽ. എന്നിട്ട് ഇങ്ങനെ നീട്ടി പോയാൽ മതി. എന്താ പറഞ്ഞത്? താഴെ 9 വരക്കുക, എന്നിട്ട് ഈ 9ന് സമാന്തരമായിട്ട് മുകളിൽ എത്ര ഇവിടെ ഉയരം വേണം? 4 വേണം. എന്നിട്ട് കോമ്പസിൽ ഒരു 6 സെന്റിമീറ്റർ ഒരു ചാപം വരച്ച് എന്ത് ചെയ്യുക? ഇങ്ങനെ വരച്ചാ പോരെ, സംഭവം കൈ കിട്ടൂലേ? അപ്പൊ ഈ ത്രികോണം കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വരച്ചാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? സമാന്തര വരായിട്ട് വരച്ചു. അപ്പൊ നമുക്കിത് കറക്റ്റ് എങ്ങനെ വരക്കാമെന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്തു? 9 സെന്റിമീറ്ററിൽ ഒരു വര വരച്ചു. ആദ്യത്തെ ബിന്ദുവിന് എന്ത് കൊടുത്തു? എ എന്ന് കൊടുത്തു. രണ്ടാമത്തേന് ബി എന്ന് പേരും കൊടുത്തു. എന്നിട്ട് 4 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തിയിട്ട് എന്നിട്ട് എന്ത് ചെയ്തു? ആ എ ബിക്ക് സമാന്തരമായൊരു വര വരച്ചു. എന്നിട്ട് ആ ഉയരം എത്ര? ഇതിന്റെ ഉയരം എന്ന് പറയുമ്പോൾ 4 സെന്റിമീറ്റർ അത്രയേ ഉള്ളൂ. 4 സെന്റിമീറ്റർ ഉയരത്തിൽ ഒരു സമാന്തര വര വരച്ചു എന്നുള്ളൂ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? 6 സെന്റിമീറ്റർ ഒരു വര കോമ്പസിൽ എടുത്ത് എയിൽ നിന്നൊരു ചാപം വരച്ചു. ആ ചാപം കൂട്ടിമുട്ടിയ ബിന്ദുവിന് എന്ത് കൊടുത്തു? സി എന്ന് പേര് കൊടുത്തു. എന്നിട്ട് എ സി എന്നൊരു വര എന്ത് ചെയ്തു? ഞാൻ നീട്ടി യോജിപ്പിച്ചു. അപ്പൊ എ സിയുടെ നീളം എത്രയായിരിക്കും? 6 സെന്റിമീറ്റർ ആണ്. പിന്നെ എന്ത് ചെയ്താൽ മതി? ബി സി എന്നൊരു വര യോജിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടി? ഒരു ത്രികോണം കിട്ടി. എ ബി സി എന്നൊരു ത്രികോണം കിട്ടി അല്ലെ? 9 സെന്റിമീറ്റർ എ ബിയും എ സി എന്നൊരു വര എത്ര കിട്ടി? അല്ലെ? 6 സെന്റിമീറ്ററും കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? വശങ്ങളുടെ നീളം 4, 5, 6 സെന്റിമീറ്റർ ആയ ഒരു ത്രികോണം വരക്കുക. ഇതേ പരപ്പളവുള്ള ഒരു മട്ട ത്രികോണം വരക്കുക.
അപ്പൊ നമ്മൾ പറഞ്ഞത് 4, 5, 6 സെന്റിമീറ്റർ ഒരു ത്രികോണം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം എന്ത് ചെയ്യുക, ഒരു 6 സെന്റിമീറ്റർ ഒരു വര നീട്ടി വരക്കുക. എന്നിട്ട് എന്ത് ചെയ്തു അല്ലെ, ഞാൻ റഫ് ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്ത് ഇവിടെ എ എന്ന് കൊടുക്കാം, ഇതിനെ ബി എന്ന് പേരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങോട്ടൊരു ചാപം വരക്കുക, ഇങ്ങോട്ടൊരു ചാപം വരക്കുക. എന്നിട്ട് എന്ത് ചെയ്തു, ഇതിനോട് യോജിപ്പിക്കുക. എന്നിട്ട് ഇങ്ങനെ യോജിപ്പിക്കുക. അതിന് ഇവിടെ 4 സെന്റിമീറ്റർ, ഇതെന്താക്കുക 5 സെന്റിമീറ്റർ. പിന്നെ സി എ ബിക്ക് സമാന്തരമായിട്ട് ഒരു വര വരക്കുക. ഇനി എന്ത് ചെയ്താൽ മതി, മട്ട ത്രികോണ പറഞ്ഞത്. ഇപ്പൊ എ നിന്ന് അല്ലെങ്കിൽ ബി നിന്നോ ബിയിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു ലംബാണ്ട് മേലോട്ട് വരക്കുക. അപ്പൊ ലംബം വരക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നേരെ കൃത്യമായിട്ടൊരു സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ലംബം കിട്ടി. ഇതിനെന്ത് ചെയ്യും, ഡി എന്ന് പേരെടുത്തു. ഇതിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ഡി യോജിപ്പിക്കുക. ഇതാണ് നമ്മൾ എന്ത് കിട്ടിയത്, ഒരു മട്ട ത്രികോണം ഫോം ചെയ്തു. എങ്ങനെ കൃത്യമായി വരക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്തു, ഒരു 6 സെന്റിമീറ്ററിൽ ഒരു വര വരച്ചു. അതിന് എ എന്നും ബി എന്നും പേര് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. കോമ്പസിൽ ഒരു 4 സെന്റിമീറ്റർ എടുത്ത് എയിൽ നിന്ന് ഒരു ചാപം വരച്ചു. ഈ കോമ്പസിൽ എന്ത് ചെയ്തു, 5 സെന്റിമീറ്റർ എടുത്ത് ബിയിൽ നിന്ന് ഒരു ചാപം വരച്ചു. ഈ രണ്ട് ചാപങ്ങൾ കൂട്ടിമുട്ടി ബിന്ദുവിന് എന്ത് കൊടുത്തു, സി എന്ന് പേര് കൊടുത്തു. എന്നിട്ട് എ സി നീട്ടി വരച്ചു. അതേപോലെ എന്ത് ചെയ്യുക, ബി സിയും എന്ത് ചെയ്യുക, നീട്ടി വരക്കുക. അപ്പൊ എ സിന്റെ അവിടെ എത്ര കൊടുക്കുക, 4 സെന്റിമീറ്റർ. ബി സിന്റെ അവിടെ എന്ത് കൊടുക്കുക, 5 സെന്റിമീറ്റർ. ഇനി അടുത്ത നമ്മൾ എ ബിക്ക് സമാന്തരമായി സിയിലൂടെ വരക്കാൻ പോവാണ്. അപ്പൊ എ ബിയിൽ എന്ത് വെക്കും, അല്ല സെറ്റ് സ്ക്വയർ വെച്ചു, സിക്ക് നീട്ടി കൊണ്ട് വെച്ചു. എന്നിട്ട് നീട്ടി വര വരച്ചു. അപ്പൊ എ ബിക്ക് ഞാൻ എന്ത് ചെയ്തു, സമാന്തരമായി വരച്ചു. നമ്മൾ പറഞ്ഞ ഒരു മട്ട ത്രികോണം വരക്കാണ്, ഇതിന് തുല്യ പരപ്പളവുള്ള ഒരു മട്ട ത്രികോണം വരക്കാനാണ്. അപ്പൊ ബിന്റെ അവിടെ ഞാൻ വെച്ചൊരു 90 ഡിഗ്രി ഒരു ലംബം വരക്കാണ്. അപ്പൊ ഞാൻ നേരെ എന്ത് ചെയ്തു, വെച്ച് ഒരു 90 ഡിഗ്രി അടയാളപ്പെടുത്തി. അവിടെ എന്ത് ചെയ്തു അല്ലെ, അപ്പൊ സമാന്തര വരയും ഈ ലംബമായി വരച്ച ബിന്ദുവിന് ഒരു ഡി എന്ന പേരും കൊടുത്തു. ഇനി എന്ത് ചെയ്തു, എ ഡി എന്ന വര യോജിപ്പിച്ചു. അപ്പൊ ബിന്റെ അവിടെ ഉണ്ടാകുന്ന കോണളവ് നമുക്ക് അളന്നു വെക്കാം. എത്രയാണ്, 90 ഡിഗ്രി ആയിരിക്കും. നമ്മുടെ മട്ട ത്രികോണമാണ് വരക്കാൻ പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്തു, ആ മട്ട ത്രികോണം എന്ത് ചെയ്തു, ഒന്ന് ഷെയ്ഡ് ചെയ്ത് വെക്കാം. അപ്പൊ ഒന്ന് ഷെയ്ഡ് ചെയ്തു, എന്ത് ചെയ്തു, കളർ കൊടുത്തു വെച്ചു. ശരിയായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വശങ്ങളുടെ നീളം 4, 5, 6 സെന്റിമീറ്റർ ആയ ഒരു ത്രികോണം വരക്കുക. ഇതേ പരപ്പളവുള്ള ഒരു സമപാർശ്വ ത്രികോണം വരക്കുക. ബുദ്ധിമുട്ടില്ല, നമ്മൾ നേരത്തെ വരച്ചിരുന്നു. 6 സെന്റിമീറ്റർ ഉള്ള ഒരു വര വരച്ചു അല്ലെ, പിന്നെ 4 ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു. ഇത് നമ്മൾ വരച്ചതാണ്, ഞാൻ റഫ് ആയിട്ട് വരച്ചു, ഒന്നുകൂടി കാണിച്ചു എന്നുള്ളൂ. ഇവിടെ 6 സെന്റിമീറ്റർ. ഇവിടെ എന്ത് ചെയ്തു, എ ബി പേര് കൊടുത്തു. ഇനി എ ബിക്ക് ലംബസമാജ് വരച്ച് കഴിക്കുക. ഇനി ഇതിന് എ ബിക്ക് സമാന്തര വര വരക്കണേ, അത് മറന്നുപോയി. ഇങ്ങനെ വരച്ചു. എ ബിക്ക് എന്ത് ചെയ്യാ, അല്ലെ ഒരു പെർപെൻഡിക്കുലർ അത് എ ബിക്ക് എന്ത് ചെയ്യാ, ഒരു ലംബസമാജ് വരയ്ക്കാം. ഈ എയുടെ പകുതിയിൽ കൂടുതൽ അടുത്ത് ഇങ്ങോട്ട് ചാപം വരച്ചു, ഇങ്ങോട്ട് ചാപം വരച്ച്, ഇങ്ങോട്ട് ചാപം വരച്ച്, ഇങ്ങോട്ട് വരച്ച്, ഇങ്ങനെ കൃത്യമായിട്ട് പോകും. ഈ ബിന്ദുവിന് എന്ത് കൊടുക്കുക, ഡി എന്ന് പേരിക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് യോജിപ്പിക്കുക, ഇത് ഇങ്ങോട്ട് യോജിപ്പിക്കുക. ഈ അകത്തതായിരിക്കും ആര് വരുന്നത്, ഒരു സമഭുജ സമപാർശ്വ ത്രികോണമായിട്ട് വരുന്നത്. എങ്ങനെ കറക്റ്റ് ആയിട്ട് വരക്കാമെന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്തു, 6 സെന്റിമീറ്ററിൽ ഒരു വര വരച്ചു. എന്നിട്ട് എയും ബി എന്നും പേര് കൊടുത്തു. 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. എയിൽ നിന്ന് ഒരു 4 സെന്റിമീറ്റർ ഒരു ചാപം വരയ്ക്കുക. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ വരച്ച അല്ലെ 4, 5, 6 വശമുള്ള ഒരു ത്രികോണം വരക്കാൻ പറഞ്ഞു. അതേപോലെ തന്നെയാണ് വീണ്ടും വരക്കുന്നത്. അതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതേ പരപ്പളവുള്ള ഒരു സമപാർശ്വ ത്രികോണം വരക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഒക്കെ ഒന്ന് തന്നെയാണ്. ബിയിൽ നിന്ന് ഒരു 5 സെന്റിമീറ്റർ ഒരു ചാപം വരച്ചു. അത് കൂട്ടിമുട്ടിയ ബിന്ദുവിന് എന്ത് പേര് കൊടുത്തു, സി എന്ന് പേര് കൊടുത്തു. എന്നിട്ട് എയിൽ നിന്ന് സിയിലേക്ക് നീട്ടി വരച്ചു. അതേപോലെ ബിയിൽ നിന്നും സിയിലേക്കും എന്ത് ചെയ്തു, നീട്ടി വരച്ചു. ഈ രണ്ട് ചാപങ്ങളും കൂടി കൂട്ടിമുട്ടിയ പിന്നെ സി എന്ന് പേര് കൊടുത്തിരുന്നു. 4ഉം 5ഉം അടയാളപ്പെടുത്തി. ഇനി എ ബിക്ക് സമാന്തരമായി സിയിലൂടെ ഒരു സമാന്തര വര വരക്കുകയാണ്. അപ്പൊ സെറ്റ് സ്ക്വയർ എടുത്ത് സ്കെയിൽ വെച്ചിട്ട് സമാന്തര വര വരച്ചു. ഇനി എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ സമപാർശ്വ ത്രികോണം വരക്കാൻ പോവുകയാണ്. അപ്പൊ രണ്ട് വശങ്ങൾ തുല്യമാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ എ ബി എന്ന വശത്തിന്റെ ലംബസമാജി വരക്കാൻ പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ എയിൽ നിന്ന് പകുതിയിൽ കൂടുതൽ അളവെടുത്ത് ഞാൻ ഒരു ചാപം വരച്ചു, എയിൽ നിന്ന് മുകളിലോട്ട്. അതേപോലെ താഴോട്ടും ചാപം വരച്ചു. ഇനി ബിയിൽ നിന്നും ഇതേപോലെ എന്ത് ചെയ്യാ, അതേ അളവില് പകുതിയിൽ കൂടുതൽ അളവെടുത്ത് മുകൾക്കും ചാപം വരച്ചു, താഴോട്ടും എന്ത് ചെയ്തു, ചാപം വരച്ചു.
അതിലൂടെ നീട്ടിയൊരു വര വരക്കുക. അപ്പൊ എന്ത് ചെയ്തു? ലംബ സമവാചി നമ്മൾ എന്ത് ചെയ്തു? വരച്ചു. ഒരിക്കലും ലംബ സമവാചി മായ്ച്ചു കളയരുത്. നമ്മുടെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മായ്ച്ചു കളയുന്നത്. ആ ലംബ സമവാചി ഇവിടെയും കൂട്ടിമുട്ടിയ ബിന്ദുവിന് എന്ത് കൊടുത്തു? ഡി എന്ന് പേര് കൊടുത്തു. ഇത് സമാന്തര വര. എന്നിട്ട് എന്ത് ചെയ്തു? എയിൽ നിന്ന് ഡിയിലേക്ക് നീട്ടി വരക്കുക. അതേപോലെ ബിയിൽ നിന്നും ഡിയിലേക്കും നീട്ടി വരക്കുക. ഞാൻ ഇവിടുത്തെ ലംബ സമവാചി മായ്ച്ചു കളഞ്ഞിരിക്കുന്നത്, അതൊരു മായ്ച്ചു കളയരുത്. ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആകുമെന്ന് കരുതിയിട്ടാണ് അതൊക്കെ മായ്ച്ചു കളഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ത്രികോണം എ ബി ഡി എന്നൊരു സമപാർശ്വ ത്രികോണം കിട്ടി. ഇതിന് തുല്യ, ആദ്യം വരച്ച എ ബി സിക്ക് തുല്യ പരപ്പളവുള്ള ഒരു സമപാർശ്വ ത്രികോണം നമ്മൾ വരച്ചു കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ 3 സെന്റിമീറ്റർ നീളവും, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 3 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ആയ ഒരു ത്രികോണം വരക്കുക. ഇതേ പരപ്പളവുള്ള ഒരു വശം 7 സെന്റിമീറ്റർ ആയതുമായ മറ്റൊരു ത്രികോണവും വരക്കുക. അപ്പൊ എന്താ പറഞ്ഞത്? ഈ വശങ്ങളുള്ള, നമുക്ക് ബുദ്ധിമുട്ടില്ല, നേരത്തെ നമ്മൾ വരച്ച് നിർത്തിയതായിരുന്നു ഇതിങ്ങനെ, അല്ലെ? ഇതിന് സമാന്തര വര എത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ 2-3 പ്രോബ്ലത്തിലായിട്ട് ചെയ്തതാണ്, അല്ലെ? സി എന്ന് വരച്ചു. ഇത് 6 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ, ഇതെന്താണ്? 7 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. ഇനി എന്ത് ചെയ്യാ? ആ ഒരു വശം 7 സെന്റിമീറ്റർ ആണെന്നാ പറഞ്ഞത്. കോമ്പസിൽ 7 എടുത്തിട്ട് എയിൽ നിന്ന് ഒരു ചാപം ഇങ്ങോട്ട് വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? ഇവിടുന്ന് ഇങ്ങോട്ട് നീട്ടി ഇങ്ങോട്ട് വരച്ച് ഇങ്ങനെ പോവാ. അപ്പൊ ഇതാണ് നമ്മൾ ഡി എന്ന് പേര് കൊടുത്താൽ. ഓക്കെ, കറക്റ്റ് ആയിട്ട് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യാ? ഒരു 6 സെന്റിമീറ്ററിൽ ഒരു വര വരക്കുക. അതിന് എ എന്നും അതേപോലെ ബി എന്നും പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? 4 സെന്റിമീറ്റർ കോമ്പസിലെടുത്ത് ഒരു ചാപം വരക്കുക. ബിയിൽ നിന്ന് 5 സെന്റിമീറ്റർ ഒരു ചാപം വരക്കുക. രണ്ട് ചാപങ്ങളും കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ സി എന്ന് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ, സ്റ്റെപ്പ് മാറ്റൊന്നുമില്ല. എന്നിട്ട് എ സി എന്നൊരു വര നീട്ടി യോജിപ്പിക്കുക. അതേപോലെ ബി സി എന്ന വരയും എന്ത് ചെയ്യാം? നീട്ടി യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് ത്രികോണം കിട്ടി, എ ബി സി. എ സിക്ക് 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി, ബി സിക്ക് 5 സെന്റിമീറ്റർ. ഇനി എ ബിക്ക് സമാന്തരമായ ഒരു സമാന്തര വര സിയിലൂടെ വരയ്ക്കുക. അപ്പൊ ഞാൻ സിയിലൂടെ സമാന്തര വര വരച്ചു. ഇനിയാണ് നമ്മൾ അടുത്ത് പറയാനുള്ളത്. ഈ എന്താണ് അടുത്തൊരു ത്രികോണം, തുല്യ പരപ്പളവുള്ള ത്രികോണം വരയ്ക്കുമ്പോൾ ഒരു വശം എന്തായിരിക്കണം എന്നാണ് നമ്മുടെ 7 സെന്റിമീറ്റർ ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനില്. അപ്പൊ അതിനു വേണ്ടി കോമ്പസിൽ 7 സെന്റിമീറ്റർ സെലക്ട് ചെയ്യും. എന്നിട്ട് അത് എയിൽ നിന്ന് ഈ വര ടച്ച് ചെയ്യുന്ന രീതിയിൽ, സമാന്തര വര ടച്ച് ചെയ്യുന്ന രീതിയിൽ നീട്ടി ചാപം വരക്കുക. ആ കൂട്ടിമുട്ടിയ ബിന്ദുവിന് ഡി എന്ന് പേര് കൊടുക്കുക. എയിൽ നിന്ന് ഡിയിലേക്ക് നീട്ടി വരക്കുക. അതാണ് നമ്മളെ 7 സെന്റിമീറ്റർ. ഈ ബിയിൽ നിന്ന് ഡിയിലേക്ക് നീട്ടി വരക്കുക. എന്നിട്ട് ആ ഭാഗം എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്യുക. പറഞ്ഞ അളവില് നമുക്ക് എന്ത് കിട്ടി? ത്രികോണം കിട്ടി. ഇതാണ് നമ്മൾ അല്ലെ പറഞ്ഞത്, എ ബി ഡി എന്ന ത്രികോണം. അപ്പൊ ആ ത്രികോണത്തിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ 7 സെന്റിമീറ്റർ ആണ്, അല്ലെ? അതേപോലെ അതിന് തുല്യ തൊട്ട് മുമ്പ് വരച്ചതിന് തുല്യ പരപ്പളവുള്ള ഒരു ത്രികോണവും വരച്ചു കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? 4ാമത്തെ ക്വസ്റ്റ്യൻ. വശങ്ങളുടെ നീളം 5, 6, 7 സെന്റിമീറ്റർ ആയ ഒരു ത്രികോണം വരക്കുക. ഈ ത്രികോണത്തിന്റെ ഇതേ പരപ്പളവുള്ള ഒരു സമപാർശ്വ ത്രികോണം ഒരു വശം 7 സെന്റിമീറ്റർ തന്നെയാണെന്ന് വരക്കുക. ഇവിടെ നോക്കുക, 5, 6, 7 ആണ്, അല്ലെ? ഈ 7 തന്നെ എവിടെയും വരുന്നുണ്ട്, നമുക്ക് ഇവിടെയും ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. അപ്പൊ ഒരു വശം അടിയത്തെ വശം ആരാക്കി എടുത്താൽ മതി? 7 എടുത്താൽ മതി. പിന്നെ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ നീട്ടി ഒരു ത്രികോണം വരക്കുക, അല്ലെ? ഇവിടെ എന്ത് ചെയ്യാ? സി എന്ന് പേര് കൊടുത്തു. ഇവിടെ എ ബി, ഇവിടെ 5 കൊടുക്കാം, ഇവിടെ 6 കൊടുക്കാം. പിന്നെ എ ബിക്ക് സമാന്തരമായിട്ട് ഒരു വര വരച്ചു. പിന്നെ എന്ത്? ഇതിനെ ലംബ സമവാചി വരച്ചു കഴിക്കുക, അല്ലെ? സമപാർശ്വ ത്രികോണം വരക്കാൻ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്താ? ഈ വരയിൽ കൂട്ടിമുട്ടുന്നത് വരെ ഇവിടെ ഇങ്ങനെ നീട്ടി വരച്ചു കഴിഞ്ഞാൽ നമ്മളെ എന്തായി? സമപാർശ്വ ത്രികോണായി. ഒരു വശം 7 ആയി മാറും. ശരിയായല്ലോ? കറക്റ്റ് എങ്ങനെ വരക്കാമെന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞു കഴിഞ്ഞാല് 5, 6, 7 ആയ ഒരു ത്രികോണം വരക്കാൻ പറഞ്ഞു. പിന്നെ ഒരു സമപാർശ്വ ത്രികോണവും വരക്കാൻ പറഞ്ഞു. അതിന് തുല്യ പരപ്പളവുള്ള ഒരു സമപാർശ്വ ത്രികോണം. ആ സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു വശം എത്ര പറഞ്ഞിട്ടുണ്ട്? 7 സെന്റിമീറ്റർ ആണ്. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യനകത്ത് ആരുണ്ട്? 5, 6, 7 ഒരു 7 ഉണ്ട്. ആ 7നെ ഞാൻ എന്താക്കി? പാദമാക്കി വരക്കാൻ പോവാ. എന്നാ പിന്നെ നമുക്ക് 7 എടുത്ത് കോമ്പസ് എടുത്ത് വേറെ വരക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ 7 എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ വരച്ചിരുന്ന ഒരു സമപാർശ്വ ത്രികോണം വരക്കുന്ന രീതിയിലേക്ക് പിന്നെ അത് മാറും, അല്ലെ? കുറച്ചിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു, ഒരു സമപാർശ്വ ത്രികോണം വരയ്ക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് മാറും. അപ്പൊ ഇവിടെ ആദ്യം തന്നെ നമ്മൾ ഏതെടുത്താൽ മതി? 7 എടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ വരച്ച അതേപോലെ ആയി വരും. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? ഞാൻ 7 സെന്റിമീറ്ററിൽ ഒരു വര വരച്ചു.
അതിന് എ എന്നും ബി എന്നും പേര് കൊടുത്തു. എന്നിട്ട് 7 സെന്റിമീറ്റർ, എന്നിട്ട് 5 സെന്റിമീറ്റർ അല്ലെ കോമ്പസിൽ എടുത്ത് ഒരു ചാപം വരച്ചു എയിൽ നിന്ന്. 6 സെന്റിമീറ്റർ എടുത്ത് കോമ്പസിൽ എടുത്ത് ബിയിൽ നിന്നും ചാപം വരച്ചു. ഈ രണ്ട് ചാപങ്ങളും കൂട്ടിമുട്ടിയ ബിന്ദുവിന് സി എന്ന് പേര് കൊടുത്തു. എയിൽ നിന്ന് സിയിലേക്ക് നീട്ടി വരച്ചു. അതേപോലെ ബിയിൽ നിന്ന് സിയിലേക്കും ഞാൻ എന്ത് ചെയ്തു, നീട്ടി വരച്ചു. അവിടെ എന്ത് കൊടുത്തു അല്ലെ, 5 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും അടയാളപ്പെടുത്തി. ഇനി എ ബിക്ക് സമാന്തരമായി സിയിലൂടെ ഒരു വരച്ചു. നമുക്കറിയാം അല്ലെ, സമപാർശ്വ ത്രികോണം വരക്കുന്ന രീതി അറിയാം. എ ബിക്ക് പകുതിയിൽ കൂടുതൽ അളവെടുത്ത് അല്ലെ ലംബ സമവാക്യം വരക്കുന്ന രീതിയാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. അതേപോലെ എ ബിയുടെ പകുതിയിൽ കൂടുതൽ അളവെടുത്ത് അല്ലെ എന്ത് ചെയ്തു, എയിൽ നിന്നൊരു ചാപം വരച്ചു. അതേപോലെ എന്ത് ചെയ്തു, താഴെയും വരച്ചു. ഇനി എന്ത് ചെയ്തു, ബിയിൽ നിന്നും ഇതേപോലെ പകുതിയിൽ കൂടുതൽ അളവെടുത്ത് അതേ അളവിനെ മാറ്റൊന്നുമില്ല, ചാപം വരച്ചു. അതേപോലെ താഴോട്ടും ചാപം വരച്ചു. ഇപ്പൊ ഇവിടുന്നാണ് ബിയിൽ നിന്നാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് നീട്ടി ആ ചാപങ്ങൾ കൂട്ടിമുട്ടി ബിന്ദുവിലൂടെ നീട്ടി എന്ത് ചെയ്തു, താഴോട്ട് ഒരു വര വരച്ചു. ആ വര ആ വര കൂട്ടിമുട്ടിയ സമാന്തര വര ഇപ്പൊ വരച്ച വരയുടെ കൂട്ടിമുട്ടി ഡി എന്ന് പേര് കൊടുത്തു. എന്നിട്ട് എയിൽ നിന്ന് ഡിയിലേക്ക് നീട്ടി വരച്ചു. അതേപോലെ ബിയിൽ നിന്നും ഡിയിലേക്കും നീട്ടി വരച്ചു. ഇവിടെ ചാപങ്ങളൊന്നും മായ്ച്ചു കളയാൻ പാടില്ല, ഞങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം മായ്ച്ചു എന്നുള്ളൂ. അപ്പൊ എന്തെങ്കിലും ചെയ്തു, ആ ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ഏത് ത്രികോണം എ ബി ഡി എന്ന ത്രികോണം ഒരു സമപാർശ്വ ത്രികോണാണ്. അതിന്റെ ഒരു വശം എത്ര കിട്ടിയപ്പോ നമുക്ക് 7 ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ കിട്ടിയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് നമ്മളിപ്പോ ചെയ്തു പോയ ഭാഗത്ത് തന്നെയാണ് ഇത്രയും വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് വരച്ചു നോക്കുക. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. അതിൽ പേജ് നമ്പർ 9 എന്താണ്, വശങ്ങളുടെ നീളം 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ആയ ത്രികോണം വരക്കുക. ഇതേ പരപ്പളവുള്ള വ്യത്യസ്ത 3 ത്രികോണങ്ങളായിട്ട് വരക്കുക. ഇത് വ്യത്യസ്ത രീതിയിൽ വരക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ വരക്കുന്നത് ത്രികോണം എ ബി സി വരക്കുക. ഇനി എന്ത് ചെയ്യുക, അടുത്തത് എയിൽ നിന്ന് ഒരു ലംബമായിട്ട് വരക്കുക അല്ലെ, ലംബമായിട്ട് ബുദ്ധിമുട്ടില്ല അല്ലെ, എയിൽ നിന്ന് ലംബമായിട്ട് വരച്ച് ഈ സമാന്തര വരെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് ആ ബി പേരെടുത്ത് എന്റെ എ ബിയിലേക്ക് വരക്കുക. ഇത് കൃത്യമായിട്ട് എങ്ങനെ വരക്കാമെന്ന് നോക്കാം. അതെന്ത് ചെയ്തു, ഒരു 3 സെന്റിമീറ്ററിൽ ഒരു വര വരച്ചു. അതിന് എ എന്നും ബി എന്നും പേര് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു 4 സെന്റിമീറ്റർ എടുത്ത് ഒരു ചാപം വരച്ചു. ഓക്കെ, അതേപോലെ അടുത്ത 6 സെന്റിമീറ്റർ എടുത്ത് ഒരു ചാപം വരച്ചു. ഈ രണ്ട് ചാപങ്ങളും കൂട്ടിമുട്ടിയ ബിന്ദുവിന് എന്ത് കൊടുത്തു, സി എന്ന പേരും കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, എയിൽ നിന്ന് സിയിലേക്ക് നീട്ടി വരക്കുക, ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു നീട്ടി വരക്കുക. അപ്പോ എ സിയുടെ നീളം എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ ആണ്, ബി സിയുടെ നീളം എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ ആണെന്ന് ഓർക്കുക. എ ബിക്ക് സമാന്തരമായി എന്ത് ചെയ്യുക, സിയിലൂടെ ഒരു അല്ലെ സമാന്തര വര വരക്കുക. അപ്പൊ എ ബിയിൽ സെറ്റ് സ്ക്വയർ വെച്ചു, സിയിലൂടെ വരച്ചു. ഇനി നമ്മോട് കാണാൻ പറഞ്ഞ ഇതിന് എന്ത് ചെയ്യാണ്, ഒരു മട്ട ത്രികോണം വരക്കണം. ഇതിന് തുല്യ പരപ്പളവുള്ള ഒരു മട്ട ത്രികോണം വരക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യാ, നമുക്കറിയാം എന്റെ അവിടെ നേരെ ലംബം വരച്ചാൽ മതി, അല്ലെങ്കിൽ ബിന്റെ അവിടെ നേരെ ലംബം വരച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ തൊട്ട് മുമ്പ് പ്രോബ്ലത്തിൽ വരച്ചതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, എയിൽ നിന്ന് അവിടെ കൃത്യമായിട്ടൊരു ലംബം വരച്ചു. അപ്പോ അവിടെ എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ കൂട്ടിമുട്ടിയ ആ സമാന്തര വരയും ഇപ്പൊ വരച്ചോടെ പി എന്ന ബിന്ദു അടയാളപ്പെടുത്തി എ എന്ന് പിയിലേക്ക് ഒരു നീട്ടി വരച്ചു അല്ലെ. ഇനി എന്ത് ചെയ്യാൻ, പി നിന്ന് ബിയിലേക്ക് ഒരു നീട്ടി വരക്കുക. എന്നിട്ട് കോൺ എ എത്രയെന്ന് അളന്നു നോക്കുക. എത്ര ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അളന്നു നോക്കിയപ്പോ എത്ര കിട്ടി നമുക്ക്, 90 ഡിഗ്രി. അപ്പൊ നമ്മൾ പറഞ്ഞ അളവിൽ ഒരു മട്ടത്രികോണം വരച്ചു അല്ലെ, എ ബി പി എന്നൊരു മട്ടത്രികോണം വരച്ചു. അതെന്ത് ചെയ്യാ, ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ക്ലിയർ ആയല്ലോ. ഇത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വരക്കാൻ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അടുത്ത വ്യത്യസ്തമായിട്ട് വരക്കാൻ നോക്കാം. ഇനി രണ്ടാമത്തെ ചിത്രം എന്താണ്, നമ്മൾ ആദ്യം വരച്ചത് എന്തായിരുന്നു അല്ലെ, എ ബി സി ത്രികോണം വരക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം വരച്ചത് എ ബിക്ക് സമാന്തരമായി സിയിലൂടെ വരച്ചത്, അതിന് പകരം ബി സിക്ക് സമാന്തരമായി എയിലൂടെ വരക്കുക. എന്നിട്ട് ബി ഒരു ലംബം വരക്കുക. അതാണ് കിട്ടുന്ന ത്രികോണം. അപ്പൊ ഇതെങ്ങനെ കൃത്യമായിട്ട് വരക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്തു, ഒരു 3 സെന്റിമീറ്റർ ഒരു വര വരച്ചു അല്ലെ. നമ്മൾ നേരത്തെ ത്രികോണം വരച്ച പോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. എ ബി എന്ന പേര് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു 4 സെന്റിമീറ്റർ എടുത്ത് ഒരു ചാപം വരച്ചു എയിൽ നിന്ന്.
അതേപോലെ 6 സെന്റിമീറ്റർ കോമ്പസ് എടുത്ത് ബിയിൽ നിന്ന് ഒരു ചാപം വരച്ചു. ഈ രണ്ട് ചാപങ്ങളും കൂട്ടിമിട്ട് ബിന്ദുവിന് എന്ത് കൊടുത്തു? സി എന്ന പേരും കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? എ സി എന്നൊരു വര നീട്ടി യോജിപ്പിച്ചു. അതേപോലെ ബി സി എന്ന വരയും യോജിപ്പിച്ചു. അപ്പൊ എ സിയുടെ നീളം എത്രയാണ്? 4 സെന്റിമീറ്റർ. ബി സിയുടെ നീളം എത്രയാണ്? 6 സെന്റിമീറ്റർ. ഇനി നമ്മൾ വരക്കാൻ പോകുന്നത് അല്ലെ, ഒരു സമാന്തര വര വരക്കണം. നേരത്തെ നമ്മൾ എ ബിക്ക് ആയിരുന്നു ഒരു സമാന്തര വര സിയിലൂടെ വരച്ചത്. അങ്ങനെ ആകുമ്പോ എ ഒരു മട്ടമാക്കി ഉപയോഗിച്ചിട്ടായിരുന്നു 90 ആയിട്ട് ഉപയോഗിച്ചത്. ഇനി നമ്മൾ വരക്കാൻ പോകുന്നത് ബി സിക്ക് എന്ന ബി സിയുടെ വശത്തിന് സമാന്തരമായി എയിലൂടെ ഒരു സമാന്തര വരക്കാൻ പോവുകയാണ്. എന്താണ്? ബി സിക്ക് അല്ല എന്ന വശത്തിന് സമാന്തരമായി എയിലൂടെ ഒരു സമാന്തര വരക്കാൻ പോവുകയാണ്. അപ്പൊ ബി സിന്റെ അവിടെ എന്ത് കൊണ്ടുവെക്കുക? സെറ്റ് സ്ക്വയർ ഒക്കെ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നീട്ടി കൊണ്ടുവരിക. അപ്പൊ എയിലൂടെ നീട്ടി വരച്ചു. ഇനി അടുത്തെന്താവും? ഒരു ലംബം വരക്കണം. ആ ലംബം ബിയിലൂടെ വരച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യുക? ബിയിലൂടെ ഒരു ലംബം വരച്ചു. അപ്പൊ ബിയിലൂടെ എന്ത് ചെയ്തു? ലംബം വരച്ചു. ആ കൂട്ടിമിട്ട ബിന്ദുവിന് എന്ത് പേരെടുത്തു? ഒരു ക്യൂ എന്ന പേര് കൊടുത്തു. എന്നിട്ട് ക്യൂ ബി എന്ന് അടയാളപ്പെടുത്തുക. അതേപോലെ ക്യൂ നിന്ന് സിയിലേക്കും എന്ത് ചെയ്യുക? നീട്ടി വരയ്ക്കുക. ക്യൂ നിന്ന് സിയിലേക്ക്. അപ്പൊ അതോടുകൂടി സി ക്യൂ ബി എന്നൊരു ത്രികോണം കിട്ടും. ആ ത്രികോണം എ ബി സി എന്ന ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള ഒരു ത്രികോണമാണ്. അതൊരു മട്ട ത്രികോണമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നേരത്തെ നമ്മൾ വരക്കാൻ പറഞ്ഞിരുന്നു അല്ലെ, ഒരു വ്യത്യസ്ത രീതിയിൽ. ഇപ്പൊ രണ്ടാമത്തെ മെത്തേഡ് ഇങ്ങനെയാണ്. അപ്പൊ ഇനി അടുത്ത മെത്തേഡ് എന്തായിരിക്കും അല്ലെ? എ സിക്ക് സമാന്തരമായിട്ട് ബിയിലൂടെ സമാന്തര വര വരച്ചാൽ മതി. ആ രീതിയാണ് അടുത്ത് വരക്കാൻ പോകുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡ് വ്യത്യസ്ത രീതിയിൽ നമ്മൾ എ ബി സി എന്ന ത്രികോണം വരക്കുക. എ സിക്ക് സമാന്തരമായി ബിയിലൂടെ വരക്കുക. എന്നിട്ട് ഏതിന് ലംബം വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ത്രികോണമായിരിക്കും കിട്ടുക. അപ്പൊ ഇത് കറക്റ്റ് എങ്ങനെ വരക്കാമെന്ന്. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? ഒരു 3 സെന്റിമീറ്റർ ഒരു വര വരച്ചു. അതിനെന്ത് കൊടുത്തു? എ ബി എന്ന പേര് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? എയിൽ നിന്ന് ഒരു 4 സെന്റിമീറ്റർ ഒരു ചാപം വരച്ചു. അതേപോലെ 6 സെന്റിമീറ്റർ ഒരു വര വരച്ചു, ചാപം വരച്ചു. ഈ രണ്ട് ചാപങ്ങളും കൂട്ടിമിട്ട ബിന്ദുവിന് എന്ത് കൊടുത്തു? സി എന്ന പേരും കൊടുത്തു. അപ്പൊ നേരത്തെ വരച്ച ത്രികോണം തന്നെയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? എയിൽ നിന്ന് സിയിലേക്ക് നീട്ടി വരച്ചു. അതേപോലെ ബിയിൽ നിന്നും സിയിലേക്കും നീട്ടി വരക്കുക. അപ്പൊ എ സിയുടെ നീളം 4 സെന്റിമീറ്റർ, ബി സിയുടെ നീളം എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ് അവിടെ വന്നത്. അപ്പൊ നേരത്തെ നമ്മൾ വരച്ചത് ബി സിക്ക് സമാന്തരമായി എയുടെ വരച്ചു. ഇനി എ സിക്ക് സമാന്തരമായി ബിയിലൂടെ നമ്മൾ വരക്കാൻ പോകുന്നു. അപ്പൊ എ സിക്ക് സമാന്തരമായിട്ട് നമ്മൾ എ സിന്റെ അവിടെ സെറ്റ് സ്ക്വയർ വെച്ചു നീട്ടി എന്ത് ചെയ്തു? നീട്ടിയാണ് വരക്കുക. അപ്പൊ എന്ത് ചെയ്തു? ബി സിക്ക് സമാന്തരമായി വരച്ചു. ഇനി ഏന്ന് നേരെ ലംബമാണ് വരക്കുക. ഓക്കെ, അപ്പൊ നേരെ ലംബം വരച്ചു കഴിഞ്ഞപ്പോ ആ ബിന്ദുവിന് എന്ത് കൊടുക്കുക? പി എന്ന് പേര് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക? അവിടുന്ന് എന്ന് അല്ലെ പി എന്ന് അല്ലെങ്കിൽ 6 എന്ന് പേര്, ഇവിടെ 6 കൊടുത്തു. അപ്പൊ 6 എന്ന് പേര് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? എ നിന്ന് 6ലേക്ക് നീട്ടി വര വരക്കുക. അപ്പൊ എന്ത് കിട്ടി? എ നിന്നും 6ലേക്കും സി നിന്നും 6ലേക്കും വരക്കുക. അവിടെ ഉണ്ടാകുന്ന കോണളവ് എത്രയാണ്? 90 ഡിഗ്രി. ലംബം വരച്ചത് 90 ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ എ ബി സി എന്ന ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള ഒരു മട്ട ത്രികോണം വരച്ചു. എ സി ആർ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ട് വശങ്ങളുടെ നീളം 8-6 സെന്റിമീറ്ററും പരപ്പളവ് 12 ചതുരശ്ര സെന്റിമീറ്ററുമായ എത്ര വ്യത്യസ്ത ത്രികോണങ്ങൾ വരക്കാം? പരപ്പളവ് 24 ചതുരശ്ര സെന്റിമീറ്റർ ആയാലോ എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ എന്താണ്? രണ്ട് വശങ്ങളുടെ നീളങ്ങൾ നമ്മൾ നേരത്തെ ചെയ്ത പാറ്റേൺ തന്നെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. രണ്ട് വശങ്ങൾ എത്രയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളോട് അല്ലെ? 8ഉം 6ഉം ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം വശങ്ങൾ 8ഉം 6ഉം. അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ അല്ലെ? 8ഉം 6ഉം ആയ വശങ്ങളുടെ നീളങ്ങൾ എന്നാണ്. ആദ്യത്തെ വശം നമ്മൾ 8 ആക്കി എടുത്തു. ഒരു വശം 8 ആക്കി എടുത്തു. അപ്പൊ എന്ത് ചെയ്തു? പരപ്പളവ് സമം എന്ത് ചെയ്തു? ഞാന് 1/2 പാദമാക്കി 8 എടുത്തു ഇൻറ്റു ഉയരം. ഇനി എന്ത് ചെയ്തു? 8നെ 4 അല്ലെ 8നെ 2 കൊണ്ട് വെച്ചാൽ 4. അപ്പൊ 12 സമം 4 ഇൻറ്റു ഉയരം സമം എത്രയായി? ഉയരം സമം എത്ര കിട്ടി? 12/4 സമം 3. അപ്പൊ അവിടെ ഉയരം എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 3 സെന്റിമീറ്റർ ഉള്ള ഒരു ഉയരത്തിൽ ഒരു ത്രികോണം വരച്ചാൽ മതി അല്ലെ? ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പാദം 8 ആക്കി എടുത്തു. പരപ്പളവ് എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു പാദം ഇൻറ്റു ഉയരം അല്ലെ? നേരത്തെ സ്റ്റെപ്പ് ചെയ്ത പോലെ തന്നെയാണ്. ഇനി അടുത്ത് എന്ത് ചെയ്തു അല്ലെ? ആ ഉയരത്തെ എടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്തു? നേരത്തെ പോലെ ഉയരം 3 സെന്റിമീറ്റർ ആക്കി. ഞാൻ എന്ത് ചെയ്തു? ഒരു ത്രികോണ വര വരച്ചു. എ ബി എന്ന് പേര് കൊടുത്തു. 8 സെന്റിമീറ്റർ.
ഇനി ഉയരം 3 ആണ്. അപ്പൊ ഇവിടുന്ന് ഒരു ലംബം വരച്ചു ഞാൻ, അല്ലെ? അത് എത്ര കൊടുത്തു? ഒരു 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് എന്ത് ചെയ്തു? ഒരു നീട്ടി വര വരച്ചു. AB സമാന്തരമായി സിയിലൂടെ വരച്ചു. നമ്മുടെ എത്ര വരക്കാൻ പറ്റുമെന്ന് ചോദിച്ചോളൂ, വരക്കാനും നമ്മൾ പറഞ്ഞിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഒരു 6 സെന്റിമീറ്റർ എടുത്ത് ഇവിടുന്ന് ഒരു ചാപം വരച്ചു. ഇവിടെ കൂട്ടിമുട്ടി. അതിനെന്ത് പേരെടുത്തു? സി എന്ന് പേര് കൊടുത്തു. അതിന് എ നിന്ന് സിയിലേക്ക് നീട്ടി വരച്ചു, സി നിന്ന് ബിയിലേക്കും നീട്ടി വരച്ചു. അപ്പൊ ഉയരം എത്രയായി കിട്ടി? 3 ആയിട്ട് 1 നമുക്ക് വരക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇനി തിരിച്ച് നമ്മൾ വശങ്ങൾ പറഞ്ഞത് 2 വശങ്ങളുടെ നീളം 6ഉം 8ഉം 6 ആയിരുന്നു. ഇനി ഞാൻ പാദം ആരാക്കി എടുക്കുകയാണ്? 6 ആക്കി എടുക്കുകയാണ്. അപ്പൊ 1 2 ഇൻറ്റു 6 ഇൻറ്റു ഉയരാക്കി എടുത്തു. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ വെട്ടിപ്പോയ 3 ആയി. അപ്പൊ 12 സമം 3 ഇൻറ്റു ഉയരം. അപ്പൊ എന്തായി? ഉയരം സമം എന്തായി? 12/3 4. അപ്പൊ ഇവിടെ ഉയരം എത്രയായി മാറി? 4 ആയി മാറി. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് മാറ്റൊന്നുമില്ല, 3 ഉയരം. അപ്പൊ ഇവിടെ ആദ്യം എന്ത് ചെയ്യുക? അടിഭാഗത്ത് എന്ത് ചെയ്യുക? 8 ഇവിടെ 6 ആക്കി കൊടുക്കുക. നമ്മൾ 8 മാറിയിട്ടുണ്ട്, പാദം ഇവിടെ എത്രയായി? 6 ആയി. ഉയരം എത്രയായി മാറി? നേരെ ലംബം വരക്കുക, അത് എത്രയായി? 4 എടുക്കുക. എന്നിട്ട് ഈ AB സമാന്തരമായി ഒരു വര വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടുന്ന് ഒരു 8 സെന്റിമീറ്റർ ഒരു ചാപം വരക്കുക, എയിൽ നിന്ന് ചാപം. എന്നിട്ട് അതിന് സി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് അവിടെ 8 സെന്റിമീറ്റർ BC വരക്കുക. അപ്പൊ വീണ്ടും 1 ആക്കി വരക്കാൻ പറ്റി. അപ്പൊ 1ഉം 1ഉം 2 ആക്കി പറ്റി. ഇനി അതിനകത്ത് എന്തുണ്ട്? പരപ്പളവ് 24 ആയാലോ എന്നൊരു ചോദ്യമുണ്ട്. ഇതേപോലെ തന്നെ 2 വശങ്ങൾ 8ഉം 6ഉം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യുക? പാദം 8 ആക്കി എടുക്കുക. അപ്പൊ പരപ്പളവ് മാറിയെന്നുള്ളൂ. മറ്റത് 12 ആയിരുന്നു, ഇവിടെ എന്തായി? പരപ്പളവ് 24 ആയി. 8 ഇൻറ്റു ഉയരം. ഇതേപോലെ സ്റ്റെപ്പ് ചെയ്യാം. അപ്പൊ ഇത് വെട്ടിപ്പോയി 4 ആയി. അപ്പൊ 24 സമം 4 ഇൻറ്റു ഉയരം. അപ്പൊ ഉയരം സമം എത്ര കിട്ടി? 24/4. 24/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടി? 6 സെന്റിമീറ്റർ കിട്ടി. അപ്പൊ ഈ 6 തന്നെ ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത്, അല്ലെ? രണ്ടും ഒരേപോലെ തന്നെയാണ്, തിരിച്ചു മറിച്ച വന്നത്. അപ്പൊ ഇതേപോലെ സ്റ്റെപ്പാണ് ഇവിടെ എഴുതിയത്. അപ്പൊ എന്ത് ചെയ്ത്? വീണ്ടും ഇതേപോലെ പാദം എത്ര? 8 എടുത്തു, ഉയരം 6 സെന്റിമീറ്റർ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു വര വരച്ചു. ഇവിടെ ലംബം 6 സെന്റിമീറ്റർ, മാക്സിമം ഒക്കെ 6 പറ്റുന്നുള്ളൂ, കാരണം അടുത്ത വശം 6 ആയതുകൊണ്ട് ഇത് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതേപോലെ അടുത്ത് എന്ത് ചെയ്യുക? 8 മാറിയിട്ട് പാദം ആരാക്കി എടുക്കുക? 6 ആക്കി എടുക്കുക. അപ്പൊ എന്താവും? 24 സമം 1/2 ഇൻറ്റു 6 ഇൻറ്റു ഉയരം. ഹരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വെട്ടി എത്രയായി? 3 ആയി. അപ്പൊ 24 സമം 3 ഇൻറ്റു ഉയരം. എത്ര കിട്ടി? ഉയരം സമം 24/3 8. അപ്പൊ വീണ്ടും ഇതന്നെ തിരിച്ച് റിപ്പീറ്റ് ചെയ്യുന്നത്, ഇവിടെ പാദം എന്ന് പറഞ്ഞാൽ വീണ്ടും ചിത്രം വരക്കുമ്പോൾ തൊട്ട് നേരത്തെ വരച്ചതിന്റെ നേരെ തിരിച്ചാണ്, മറ്റേത് ഇവിടെ എത്രയാണ്? ആദ്യം ഇവിടെ 8 ആയിരുന്നു, ഇവിടെ 6 ആയിരുന്നു. അപ്പൊ ഇത് ഒരു പ്രാവശ്യമേ വരക്കാൻ പറ്റുള്ളൂ. ഇത് മറ്റേ അതേ സാധനം തന്നെയാണ് വീണ്ടും കയറി വന്നത്. അപ്പൊ എന്ത് പറയാം? നമുക്ക് കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റും. 2 വശങ്ങളുടെ നീളം 8 6 സെന്റിമീറ്ററിലെ പരപ്പളവ് 12 സെന്റിമീറ്റർ ആണെങ്കിൽ തുല്യമല്ലാത്തത്, ഒരിക്കലും തുല്യമാകാൻ പാടില്ല, തുല്യമല്ലാത്തത് 2 ത്രികോണങ്ങൾ വരക്കാൻ പറ്റി, നമുക്ക് നേരത്തെ കണ്ടിരുന്നു. 2 ത്രികോണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരു ത്രികോണം ഇങ്ങനെയും ഒരു ത്രികോണം എങ്ങനെയായിരുന്നു നമ്മൾ വരച്ചത്? ഇങ്ങനെയായിരുന്നു വരച്ചത്. അതേ സ്ഥാനത്ത് നമ്മള് പരപ്പളവ് 24 ആയപ്പോ ഒരു ത്രികോണം ഇങ്ങനെ, ഇതേപോലെ തന്നെ അടുത്ത ത്രികോണവും കയറി വന്നത്. അപ്പൊ എന്ത് പറയാം? നമുക്ക് 2 വശങ്ങളുടെ നീളം 8 6, പരപ്പളവ് 24 സെന്റിമീറ്റർ ആയാൽ ഒരു ത്രികോണം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വരക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റി. ക്ലിയർ ആയല്ലോ? അതോടുകൂടി നമ്മുടെ ബ്രിഡ്ജിന്റെ ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ആയി.